ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ടിയാഗോ 2025. യെസ്, അപ്പോൾ നമ്മുടെ ടിയാഗോ 2025 മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയാനുള്ള പക്ക ബോൾഡ് ആൻഡ് സ്പോർട്ടി ലുക്കാക്കി എന്ന് വേണം എടുത്തു പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ ടിയാഗോ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ലിലാണ് പ്രധാനമായിട്ടുള്ള മാറ്റം വന്നേക്കുന്നത്. നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ പോയേക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ ടാറ്റയുടെ ആ ഒരു ലോഗോ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ് ലാംപ്സ് ആണ് വന്നേക്കുന്നത്. ഫോളോ മീ അങ്ങനെയുള്ള ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലാണ് ഇവിടുന്ന് LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിൽ വന്നേക്കുന്നത്. ഇവിടെ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സെൻട്രലായിട്ട് പോയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എയർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ എയർ ഡാം കൊടുത്തൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്. നല്ല ആ ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് അവിടെയും കീപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ DRLs കൊടുത്തേക്കുന്നത് കാണാം. ഇതിപ്പം XZ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. പിന്നെ തന്നെയല്ല, നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഈ 2025 ടിയാഗോ എന്ന് പറയുന്നത് ICNG വെർഷനും കൂടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ടിയാഗോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പെട്രോൾ വരുന്നുണ്ട്, EV വരുന്നുണ്ട്, ICNG ആണ്. അപ്പം ICNGയിൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് XZ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. പിന്നെ താഴേക്ക് കണ്ട ആ ഒരു എയർ ഡാമിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ആയി നിൽപ്പുണ്ട്. ഇവിടെ ഒരു ലിപ്പ് പോലൊരു ഭാഗം ആ ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. മൊത്തത്തിലൊരു ഫ്രണ്ട് ഫേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു അട്രാക്റ്റീവ് രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടിയാഗോ വന്നിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എയറോ ടൈപ്പ് വീലാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. CNG ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വന്നേക്കുന്നത്. നമുക്ക് 14 ഇഞ്ചിൻ്റെ വീലാണ് വന്നേക്കുന്നത്. 175/65 R14 ആണ് ടയർ സൈസ് വരുന്നത്. പെട്രോൾ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് 15 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഇപ്പോൾ CNGയിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സൈഡ് മിറേഴ്സിൽ കൊടുത്തേക്കുന്നത് കാണാം. ഇത് ഫോൾഡബിൾ ടൈപ്പ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ B പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് എന്ന് പറയുന്നത് 2400 mm ആണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. പിന്നെ 168 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ICNG വെർഷനിൽ വരുമ്പോഴത്തേക്കിനും. നമ്മുടെ നോർമൽ പെട്രോൾ വെർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും 177 mm ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഈ ഒരു കളറ് ഓഷ്യൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്, പുതിയ കളറാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മേളിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന് കൊടുത്തേക്കുന്ന കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല വലുപ്പത്തിലായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഒരു വിങ് സ്പോയിലർ പോലെ നമുക്ക് 2 എലമെൻറ്റ്സ് അവിടെ കൊടുത്തേക്കുന്നതാണ്. ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു D4 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എലമെൻ്റാണ് ഈ കാണുന്നത്. താഴെ ടാറ്റയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ടിയാഗോ എന്നുള്ള ബാഡ്ജിങ് ആ ഒരു പുതിയ ലെറ്ററിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ പോയേക്കുന്നത്. താഴെ നമുക്ക് ആ ഒരു ലിപ്പ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ തന്നെയാണ്. അവിടെയും കുറച്ചുകൂടി ഒരു ക്ലിയർ ലെൻസ് ആക്കിയിട്ടുണ്ട് ആ ഒരു ടെയിൽ ലാമ്പ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ICNG വെർഷനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ബൂട്ടും കൂടെ ഒന്ന് നമുക്ക് കാണാം. ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ICNG ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടാങ്ക് വന്നിട്ട് നമുക്ക് 60 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. 2 ഡ്യുവൽ ടാങ്ക് ടെക്നോളജിയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇവിടെ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതുവഴി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൽ നമുക്ക് 2 ടാങ്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫുള്ളി ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഈ 2 ഇവിടെ 2 നമുക്ക് ഈ ചെറിയൊരു പിന്ന് പോലുണ്ട്. അതൊന്ന് വലിച്ചിട്ട് വേണം അത് ഊരാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. പിന്നെ ഇവിടെ 2 ഹുക്സ് കൊടുത്തിട്ടുണ്ട്, 3 kg വീതം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇത്ര ഒരു ഏരിയയിൽ നമുക്ക് ലഗേജൊക്കെ വെക്കാം. അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വീഡിയോ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 2025 ടിയാഗോയുടെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പം നല്ല ഒരു പ്ലസൻറ്റ് ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ്. നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കളർ ടോൺ കൊടുത്തേക്കുന്ന ആ രീതിയിലാണ്. ഒരു ആഷ് ഫിനിഷ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു നല്ലൊരു
ബേജ് പോലത്തെ ഒരു ഫിനിഷാണ്, അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ വന്നതാണ്. പഴയ ടിയാഗോയിൽ നമുക്കൊരു ചെറിയ സ്ക്രീനായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഈ ടാറ്റയുടെ പുതിയ വെഹിക്കിളിലൊക്കെ വരുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഒരു സ്ക്രീൻ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 4 സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരം ടാറ്റയിൽ കാണുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി ഇതേ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുക്കുന്നത്. ടിയാഗോ എന്നുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു ലെറ്ററിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴേക്ക് വന്നാൽ ഇവിടെ CNG ഡെഡിക്കേറ്റഡ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് CNG നമുക്ക് ഈ ഒരു നോബിലൂടെ നമുക്ക് എടുക്കാം. അല്ലാത്ത സമയത്ത് ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ മോഡിലേക്കും പോകാൻ പറ്റുന്ന ആ ഒരു മോഡിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ICNGയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ ഡയറക്റ്റ് CNGയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഗുഡി ഫീച്ചറാണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമട്രോണിക് AC ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു Type A പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം AMD വെർഷനാണ്. അതിൻ്റെ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നമുക്ക് മാനുവൽ മോഡിലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹാൻഡ് ബ്രേക്കാണ് വെഹിക്കിളിന് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബോട്ടിൽ അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് മെലങ്ക് ഫിനിഷ് എന്നാണ്, മെലങ്ക് ഫാബ്രിക് ഫിനിഷാണ് വന്നേക്കുന്നത്. ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ബ്ലാക്കും ആഷും കോമ്പിനേഷനിലാണ് ആ ഒരു സീറ്റിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാനും പറ്റുന്നുണ്ട്. സീറ്റാണേലും നമുക്ക് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ബാക്കൊക്കെ നമുക്ക് ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ കറക്റ്റ് ആ ഒരു സീറ്റിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടിയാഗോയിൽ കയറുമ്പം, എനിക്ക് പലപ്പോഴും ടിയാഗോയിൽ കയറുമ്പോൾ പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു വെഹിക്കിളിൽ കയറുമ്പോൾ. ഒട്ടും ഒരു കൺജസ്റ്റഡ് ഫീലൊന്നും നമുക്ക് ഈ വെഹിക്കിളിൽ കയറുമ്പോൾ തോന്നാറില്ല. പിന്നെ IRBM ഒക്കെ നമുക്ക് നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിജിറ്റൽ സ്റ്റിയറിങ് പുതിയ ടിയാഗോയിൽ വന്നിട്ടുണ്ട്. ടാറ്റയുടെ ആ ഒരു ഇലിമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ലോഗോ കൊടുത്തേക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് സൈഡിലെ സ്വിച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു TFT സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നമ്മുടെ പെട്രോളിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ടു MT, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫിക് കളറൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഹെഡ് ലാമ്പും നമുക്ക് LED ആണെന്ന് ഞാൻ പറഞ്ഞു, അതും ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഈ വെഹിക്കിൾ ICNG ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുള്ള എല്ലാ വക ടെക്നോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ യൂസ് ചെയ്യുകയാണ് നമുക്ക് ICNGയിൽ വരുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്വിൻ സിലിണ്ടർ ടെക്നോളജിയാണ്. അതായത് 2 സിലിണ്ടർ, ഞാൻ ഡിക്കിയിൽ കാണിച്ച പോലെ തന്നെ 2 സിലിണ്ടറാണ് വരുന്നത്. ഓൾമോസ്റ്റ് 60 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് വെഹിക്കിളിന് വരുന്നത്. അപ്പോൾ അത്രയാണ് ആ ഒരു CNGയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് പിന്നെ അതും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് ബാക്കി പവറും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ്. ഇവിടെ നമുക്ക് സാധനം ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 2 kg ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ, ഫയൽ പോക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ യൂണിറ്റ് കാണാം. ആ ഒരു ഡോറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫിനിഷ് ആണെങ്കിലും കളർ ടോൺ ആണെങ്കിലും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഷും
ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ടിയാഗോയുടെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ്. ഞാൻ അത്യാവശ്യം ബാക്കിലോട്ട് സീറ്റ് ഇറക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് ഇവിടെ നീ റൂമിനോ അല്ലെങ്കിൽ ലെഗ് റൂമിനോ ഒന്നും ഒരു കുറവുമില്ല. അത്യാവശ്യം ഇത്രയും സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് ഹെഡ് റെസ്റ്റ് നമുക്ക് 2 കൊടുക്കുന്നത്. 3-pointed സീറ്റ് ബെൽറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും ഫയർ പോക്കറ്റ്സും ഒക്കെ കാണാൻ പറ്റും. സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പം ഇത്രയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്, അപ്പം നമ്മുടെ ടിയാഗോ ICNGയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു എഞ്ചിൻ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. 3 സിലിണ്ടർ ആണ്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 26 PS പവറും 96 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു പവറാണെന്ന് തന്നെ എടുത്തു പറയണം. വെഹിക്കിൾ ഒട്ടും ലാഗ് എനിക്ക് എങ്ങും ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ഒരു CNG മോഡിൽ തന്നെ പോകുമ്പോഴാണെങ്കിലും ഒരു ലാഗ് എങ്ങും തന്നെ ഇല്ല. വെഹിക്കിൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ ക്വിക്കായിട്ട് തന്നെ വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നെയല്ല നമുക്ക് AMD ആണെന്ന് ഞാൻ പറഞ്ഞു. AMDയിൽ നമുക്ക് മാനുവൽ മോഡുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു ഗിയർ ഷിഫ്റ്റ് ഡൗൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മാനുവൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ലാഗും കാര്യങ്ങളും ഒട്ടും വരുന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് വരുന്നത്. ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് സെമി ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ് വരുന്നത്. നല്ലൊരു റൈഡ് തരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ടിയാഗോ വന്നപ്പോഴത്തേക്കും ആ സസ്പെൻഷൻ കുറച്ചുകൂടെ ഒന്ന് റീട്യൂൺഡ് ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡ്ലിങ്ങും ഈ ഒരു ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന ഒരു ചെറിയ റോഡിലൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറിയ റോഡിലൂടെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു മാനുവറിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ എടുത്ത് പറയേണ്ടത്. പിന്നെ നമുക്ക് ഈ ICNGയിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 26 above ആണ് നമുക്ക് ഈ ഒരു മൈലേജ് നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഇന്നിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു ടോപ്പ് എൻഡ് ICNG മോഡൽ നമുക്ക് ഓൺ റോഡ് നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറങ്ങും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും ഒരു രീതിയിലും കുറവുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ABS ഉണ്ട്, EBD ഉണ്ട്, ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ CNGയിൽ വരുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു തെർമൽ പ്രൊട്ടക്ഷന്, സെൽഫ്, അതായത് നമ്മളിപ്പോൾ CNG നിറയ്ക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ചെറിയൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെഹിക്കിൾ ഷട്ട് ആവും ആ CNG നിറയ്ക്കുന്ന സമയത്ത് തന്നെ. ഇനി അഥവാ ആയില്ലെങ്കിൽ അവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്, ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ വെഹിക്കിൾ ടേൺ ഓഫ് ആകുന്ന ഒരു ഫീച്ചറുണ്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ല ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗോകുലം മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.